ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാരത്തിലെ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിലായി പരിശുദ്ധാത്മാവ് എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മറുപടിയായി മാറുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഔട്ട്കം അതിൽ നിന്നുണ്ടാകുകയാണ്. എന്താണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വളരെ ത്യാഗസന്നദ്ധതയുള്ള വ്യക്തികളെ കൊണ്ട് മാത്രം മറുപടി നൽകുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തീരുവാൻ ഇടയായിത്തീർന്ന അനേക പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥനകൾക്കെല്ലാം ഒരു മറുഭാഗമുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഉത്തരമായി ദൈവം ഉപയോഗിക്കുവാൻ ചിലരെ തീരുമാനിച്ചപ്പോൾ അവർ അതിന് യെസ് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം വളരെയധികം സുപരിചിതമായിട്ടുള്ളതായ ഒരു അധ്യായമാണ്. തൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ മകനു വേണ്ടി ഒരു കന്യകയെ തേടിയുള്ള യാത്രയിൽ എലയാസർ വളരെ ത്യാഗസന്നദ്ധമായ ഒരു വ്യക്തിയെക്കൊണ്ട് മാത്രം നിറവേറ്റുവാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. 13-ാം വാക്യം, ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു, ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു, നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക, നിനക്കും നിന്റെ ഒട്ടകങ്ങൾക്കും കൂടി കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കണം ഇസഹാക്കിനെ നിയമിച്ചവൾ. ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പറഞ്ഞു തീരും മുൻപേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതുവേലിൻ്റെ മകൾ റിബേക്ക അവിടെ വരികയാണ്. അപ്പോൾ ഇത്രയും ത്യാഗസന്നദ്ധമായിട്ടുള്ളതായ ഒരു കാര്യത്തിനു വേണ്ടി മറ്റൊരാളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി മാറുവാൻ റിബേക്ക തീരുമാനിച്ചപ്പോൾ എന്തു സംഭവിച്ചു? ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ നടന്നു. നമുക്കറിയാം, പിന്നീട് 25-ാം അധ്യായത്തിലും ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി റിബേക്ക ഗർഭം ധരിച്ചു. ഇരട്ടക്കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് നമ്മളവിടെ കാണുകയാണ്. അങ്ങനെ റിബേക്കയിൽ നിന്ന് ജനിച്ച യാക്കോബ് ദൈവത്താൽ അനുഗ്രഹീതനായി മാറി. തൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വന്ന് പിന്നീട് ഇസ്രായേലായി മാറി. ചിന്തിക്കണമേ, മറ്റൊരു വ്യക്തിയുടെ ദൈവരാജ്യ സംബന്ധമായ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മറുപടിയായി മാറുവാൻ റിബേക്ക തീരുമാനിച്ചപ്പോൾ ചരിത്രം അവിടെ ഉടലെടുക്കുകയാണ്. ഇതുപോലെ അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രാർത്ഥനകളുടെയും, ചരിത്രപ്രധാനമായ പ്രാർത്ഥനകളുടെയും മറുപടിയായി ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മളോടുള്ള ചോദ്യം, ഇന്നും അനേക പ്രാർത്ഥനകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അനേകർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടിയാകുവാൻ നമ്മൾ തയ്യാറാണോ? പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന പ്രാർത്ഥനയുടെ മറുപടി കേൾക്കുമ്പോൾ നമ്മൾ സ്തുതിക്കാറുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയുടെ മറുപടിയായി തൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നിന്ന ഒരു വ്യക്തിയുണ്ട്, ചില വ്യക്തികളുണ്ട്. ഒന്നുകിൽ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ മറ്റു സഹായത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല ആളുകളുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. മറ്റു മതങ്ങളിൽ നിന്ന്, മറ്റു ഇസങ്ങളിൽ നിന്നും, മറ്റു വിശ്വാസങ്ങളിൽ നിന്നും കർത്താവിനെ അംഗീകരിച്ചവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വളരെ ത്യാഗസന്നദ്ധമായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളെല്ലാം ദൈവം വളരെ ശക്തമായ രീതിയിൽ പിന്നീട് അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു. സാധാരണഗതിയിൽ അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മാറുകയേ ചെയ്യാറുള്ളൂ. നമുക്കങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ അതിൽ നിന്ന് മാറുവാനാണ് ശ്രമിക്കാറ്.
എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ വളരെ യുണീക്കായിട്ടുള്ള, വളരെ ത്യാഗസന്നദ്ധമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാനൊരു വ്യക്തിയുടെ ദൈവരാജ്യ സംബന്ധമായ രീതിയിലുള്ള ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തീരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മെക്കൊണ്ട് ചരിത്രം മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം വളരെ ചിന്തനീയമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. പക്ഷേ ആ വേലക്കാർ കടന്നു പോകണമെങ്കിൽ കൊയ്ത്തിൻ്റെ യജമാനനായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു മിഷണറിയുടെ ഉത്ഭവം എന്ന് പറയുന്നതും ഒരു പ്രാർത്ഥനയുടെ മറുപടിയായി അവിടെ മാറുകയാണ്. സുവിശേഷീകരണത്തിൻ്റെ യജ്ഞങ്ങളെല്ലാം പ്രാർത്ഥനയുടെ മറുപടിയായി മാറണം. അതിൻ്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ സഭ വളരുവാനിടയായിത്തീരും, കിങ്ഡം അഡ്വാൻസ് ചെയ്യുവാനിടയായിത്തീരും. നമ്മളെന്തോ ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് ഒരു വ്യക്തിയുടെ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ മറുപടിയായി മാറുവാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അനേക പ്രാർത്ഥനകളുടെ മറുപടിയായി ദൈവം നമ്മെ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ ടു ഗോ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ? ഓ, പ്രൈസ് ദി ലോർഡ്. ശൗൽ എന്ന് പറയുന്ന നൊട്ടോറിയസ് കില്ലർ ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ച് താൻ മാനസാന്തരപ്പെട്ടു. തനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. യൂദയുടെ വീട്ടിൽ വെച്ച് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം അനനിയാസിനെ വിടുകയാണ്. അനനിയാസ് ആദ്യമൊന്ന് ഭയപ്പെട്ടു. പക്ഷേ അനനിയാസിനോട് ദൈവം പറയുകയാണ്, ഇന്ന് ചരിത്രപ്രധാനമായ ഒരു പ്രാർത്ഥനയുടെ മറുപടിയായി മാറുവാൻ ഞാനിതാ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളിന്ന് ആ രീതിയിലുള്ള ഒരു സമർപ്പണത്തിനായി തയ്യാറാകുമോ? റിബേക്കയുടെ ജീവിതത്തിൽ നടന്നതുപോലെ ഒരുപാട് ഭക്തന്മാർ, ഒരുപാട് മിഷണറിമാർ സുവിശേഷം അറിയാത്ത രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ കാരണം ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വീരന്മാരുടെ മറുപടിയായിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ചരിത്രപ്രധാനമായ പ്രാർത്ഥനകൾക്ക് മറുപടിയാകുവാൻ ദൈവം ഇന്നും ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മാറുവാൻ നമുക്ക് സാധിക്കുമോ? അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.